ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇവിടെയാണെങ്കിൽ വെച്ചാൽ നല്ല മഴയാണ്, രാവിലെ തൊട്ട് നല്ല മഴ. ഒരു വെയിലെന്ന് പറഞ്ഞ സാധനമേ വന്നിട്ടില്ല. അപ്പോൾ ഇതേ ഫുള്ളും മഴയാക്കി നല്ല തണുത്ത വറച്ചിരിക്കുകയാണ് ഞാൻ. ഇതുവരെ എന്താ പറയുക, കുളിയും തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ചെടിയൊക്കെ നല്ല നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോലം എൻ്റെ. അപ്പോൾ വേഗം വേഗം ഉറങ്ങി ഉള്ള സ്ഥലത്തു നിന്നെല്ലാം ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി ഒന്ന് വൃത്തിക്ക് മെനക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെടപടേന്ന് എൻ്റെ ജോലി ഞാൻ സ്റ്റാർട്ടാക്കി. ഓൾറെഡി ഞാൻ വൈകിയാണ് എഴുന്നേൽക്കാറ്. ഒരു 8-8:30 ആകുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ. കാരണം അങ്ങനെയാണല്ലോ, തണുപ്പ് വരുമ്പം നല്ല സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ നല്ല കൂളിംഗ് ആയിരുന്നു ഫുൾ വീട്. അപ്പോൾ അതാണ് നല്ല രീതിക്ക് ഉറങ്ങി എഴുന്നേറ്റ്. അമ്മയുടെ അവിടുത്തെ ചീത്തവിളിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അമ്മയുടെ തലയിൽ എന്തോ എണ്ണയോ എന്തോ തേച്ച് തരാൻ പറഞ്ഞു. അമ്മയുടെ ഫുൾ മുടി വെള്ളമുടിയാണ്, കിളവി എൻ്റെ അമ്മ. അപ്പോൾ എന്താണ് അങ്ങനെ തേച്ചൊക്കെ കൊടുത്ത്. എനിക്ക് അലർജിയാണ്, ഇതൊക്കെ എനിക്കൊട്ടും പറ്റത്തില്ല. എന്ത് ചെയ്യാനാ, പെട്ടിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വെച്ച് ഇപ്പം മഴ നിൽക്കുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ നല്ല മഴ. അതിനിടയ്ക്ക് അമ്മേൻ്റെ എന്താ പറയുക, പനിക്കൂർക്കയുടെ ഇലയെ പൊട്ടിച്ചുകൊണ്ട് വന്നിരിക്കുക എൻ്റെ അമ്മ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞു ഇത് വെച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതി, ചുമ മാറുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, എന്നാൽ തിളപ്പിച്ച് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പം അമ്മയുടെ ചെറിയ വ്ളോഗൊക്കെ എടുത്തു. അമ്മ അതേ പനിക്കൂർക്കയുടെ വെള്ളം കുടിക്കാൻ ജസ്റ്റ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറിയാണെന്ന് തോന്നുന്നു. കടലക്കറി ഉണ്ട്, പിന്നെ ചായയാണ് ആ സ്ഥലത്ത് ഞാൻ ഇപ്പോൾ തുറന്നു നോക്കുന്നത്. ഇന്നലത്തെ പുട്ട് ചൂടാക്കിയത്. പിന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ പൊള്ളി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതേ ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെന്തോ പണിക്കറിയില്ല, മറന്നുപോയി. പിന്നെ അതേ ഇന്നലത്തെ മാവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം പോയി ചെടിപടി കുളിക്കാമെന്ന് വിചാരിച്ച്. നല്ല തണുത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ എനിക്ക് അമ്മേനെ കൊണ്ടാക്കണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വേഗം പോയി കുളിച്ച് വന്നു. പിന്നെ ഇത് ആക്ച്വലി ഈ ഡ്രസ്സ് ഇങ്ങനെയല്ല, തിരിച്ചാണ് ഇരിക്കുന്നത്. അത് അതിൻ്റെ കഴുത്ത് കുറച്ച് വൈഡായിട്ടിരിക്കുക, അതുകൊണ്ട് ബാക്ക് സൈഡിൽ കൊണ്ടിട്ടിരും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങളൊന്നും മൈൻഡ് നിൽക്കണ്ട, ഇടക്കിടക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ പൂശാന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, ചെടി മുഖത്തങ്ങോട്ട് ഈ മഴ സമയത്ത് മോയ്സ്ചറൈസർ ഭയങ്കര നല്ല ഇതായിരിക്കും, ഭയങ്കര ഓയിലി ആയിരിക്കും, നല്ല രസമാണ്. കാരണം നമ്മുടെ ഫേസിൽ മഴ സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിന്നൊക്കെ. അപ്പം മോയ്സ്ചറൈസർ പെട്ടതിന് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പം അങ്ങനെ സൺസ്ക്രീനൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ആക്ച്വലി സൺസ്ക്രീൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ കിട്ടിയില്ല. പിന്നീടാണ് എൻ്റെ സൈഡ് തൊട്ടപ്പുറത്തായിരുന്നു സൺസ്ക്രീൻ. അപ്പോൾ അത് ചെടപിടി അതും തേച്ച് കഴിഞ്ഞു. എന്താ പറയുക, വേഗം റെഡിയാണ്. അവിടെ അമ്മ ചീത്ത കളിക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് ചെടപിടിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ മേക്കപ്പൊക്കെ ചെയ്ത്. എനിക്ക് മസ്റ്റാണ് കേട്ടോ, ഐലൈനർ ഇടാം, മസ്കാര ഇടാം, മസ്റ്റാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ഒന്നും ഇടാറില്ലായിരുന്നു, ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അതില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം റെഡിയായി, ഒരു വാലൊക്കെ ഇട്ട് ശുന്തിരി കുട്ടിയെ ഒരു പൊട്ടൊക്കെ തൊട്ട്. യെസ്, പൊട്ടും ഐലൈനർ മസ്റ്റാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അമ്മേനെ കുറേ നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, വാ അമ്മ ഭക്ഷണം കഴിക്കാമെന്ന്. അമ്മ ആടി പാടിയൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ അന്ന് എന്ത് ചെയ്തു, കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അമ്മ അങ്ങനെ അവിടെ നിന്ന്, എൻ്റെ ദോശയാണ് എനിക്കത് വേണം, എന്നോട് ആരാ പറഞ്ഞ അതെടുക്കാൻ. ഞാൻ എനിക്ക് ദോശ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്നലത്തെ പുട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ എന്താ പറയുക, അമ്മ അവിടെ ഇരുന്ന് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എന്തിനാ എൻ്റെ ദോശയൊക്കെ എടുത്തൊക്കെ പറഞ്ഞു. കുഞ്ഞു പിള്ളേരുടെ പറഞ്ഞു, വെരി ബാഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഒന്നും, അമ്മക്ക് 10 മണിക്ക് കേട്ടോ, 9:30 ഓൾറെഡി കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മ പതുക്കെ ചെയ്യുള്ളൂ. എന്നിട്ട് എൻ്റെ മേത്ത് ഒച്ചപ്പാടുണ്ടാക്കും, മാധുസേ എഴുന്നേക്ക് എനിക്ക് പോകേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്ന്. അങ്ങനെ അമ്മേനൊക്കെ കൊണ്ടുവിട്ടതിന് ശേഷം പിന്നെ ഞാൻ ചേച്ചിയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോയി. കണ്ടോ ഗൈസ്, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് മേടിച്ച് തന്നത് കണ്ടോ. സ്നേഹമില്ല, അത് വേറെ കാര്യം. സ്നേഹമുള്ളത് കൊണ്ടാണ് മേടിച്ചത് എൻ്റെ പോലോ, സ്നേഹമുള്ളത് കൊണ്ടാണ് മേടിച്ചത്. എനിക്കിഷ്ടമായി. വാച്ചിൻ്റെ ഒക്കെ കൂടെയൊക്കെ വെയർ ചെയ്യാനുള്ള സാധനം.
ഗോവ. അപ്പോൾ അങ്ങനെ നല്ല മഴയാണ്. അങ്ങനെ യൂബറൊക്കെ ബുക്ക് ചെയ്തു, അങ്ങനെ വന്നു. അപ്പോൾ യൂബർ ചേട്ടൻ അത്ര രസമുണ്ടായിരുന്നില്ല വണ്ടിയൊക്കെ ഓടാനത് അത്ര. അപ്പോൾ നല്ല എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ തന്നെ വാ മധു, എനിക്ക് നല്ല വിശക്കുന്നു. അപ്പോൾ ഒരു മാംഗോ ജ്യൂസും ഫ്രൈഡ് റൈസും സേജ്വാനും ചിക്കനും കഴിച്ചിട്ട് വന്നു. അടിപൊളിയാണ്. അങ്ങനെ ഡ്രസ്സ് എടുക്കുക, ആക്ച്വലി തുണി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും തുണി മേടിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ യൂബർ ബുക്ക് ചെയ്ത് ഒടുക്കത്തെ ട്രാഫിക്. അപ്പോൾ അത്രയേ ഉള്ള വീഡിയോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ബൈ.